ജരാസന്ധവധം. ധർമ്മപുത്രർ രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചു. അതിനു മുൻപായി എല്ലാ രാജാക്കന്മാരുടെയും മേൽക്കോയ്മ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. ജരാസന്ധൻ ഒരുപാട് രാജാക്കന്മാരെ തടവിലാക്കിയിരുന്നു. അവരെയെല്ലാം മോചിപ്പിക്കാൻ ജരാസന്ധനെ വധിക്കേണ്ടത് ആവശ്യമായി വന്നു. കൃഷ്ണനും ഭീമനും അർജുനനും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധന്റെ കൊട്ടാരത്തിലെത്തി. ദ്വന്ദ്വയുദ്ധത്തിന് ജരാസന്ധനെ വെല്ലുവിളിച്ചു. ഭീമൻ, അർജുനൻ, കൃഷ്ണൻ എന്നിവരിൽ ആരുമായി വേണമെങ്കിലും യുദ്ധം ചെയ്യാം എന്ന് കൃഷ്ണൻ അറിയിച്ചപ്പോൾ ജരാസന്ധൻ ഏറ്റവും ശക്തനായ ഭീമനെ തിരഞ്ഞെടുത്തു. ഭീമനും ജരാസന്ധനും തമ്മിൽ ദിവസങ്ങളോളം യുദ്ധം നടന്നു. ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ജന്മരഹസ്യം കാരണം ജരാസന്ധനെ കൊല്ലുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീമൻ ഒരു സൂചന നൽകി. ഒരു പുല്ലെടുത്ത് കൃഷ്ണൻ അത് നടുവേ കീറി രണ്ടായി വലിച്ചെറിഞ്ഞു. കൃഷ്ണന്റെ സൂചന മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധനെ പിടികൂടി രണ്ടായി കീറി രണ്ട് ഭാഗങ്ങളും എതിർദിശകളിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ജരാസന്ധന്റെ വധം പൂർത്തിയായി.